നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രശ്നം മാറണമെന്നില്ല, നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ആ വിഷയത്തിന് ഉത്തരം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ആ പ്രശ്നത്തെ എത്ര കാലം നീണ്ടാലും, ആ പ്രശ്നത്തിന്റെ ദൈർഘ്യവും കാഠിന്യവും എത്ര കഠിനമാണെങ്കിലും, ആ കാലഘട്ടം, ആ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ അഭയം തേടുന്നവന് ആ വിഷയത്തെ അതിജീവിക്കാനുള്ള കരുത്ത് കിട്ടും. അതാണ് സങ്കീർത്തകൻ പറഞ്ഞത്, നിന്റെ ജീവിതത്തിലടിക്കുന്ന കൊടുങ്കാറ്റ് കടന്നു പോകുവോളം കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ അഭയം തേടുക. കൊടുങ്കാറ്റ് വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും, ഭാരപ്പെടുകയും ദൈവത്തിലുള്ള ആശ്രയത്തെ കളയല്ല ചെയ്യേണ്ടത്. കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ തന്നെ നിൽക്കുക. എന്നാണ് കൊടുങ്കാറ്റ് തീരുന്നതെന്ന് നമുക്കറിയില്ല. എപ്പോഴാണ് ഈ പ്രശ്നം തീരുന്നതെന്ന് അറിയില്ല, എപ്പോഴാണ് ഈ പ്രതിസന്ധി തീരുന്നതെന്ന് അറിയില്ല. നമുക്കറിയാത്ത കാര്യങ്ങൾ ദൈവത്തിന് അറിയാലോ. അപ്പോൾ നമ്മളെ കടിക്കുന്ന ചില വിനാശത്തിന്റെ, ചില തകർച്ചകളുടെ, ചില സങ്കടങ്ങളുടെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം പ്രാർത്ഥനയിൽ കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ നിന്നും നമ്മൾ കുതറി മാറരുത്, ഇറങ്ങിപ്പോകരുത്.